വച്ചാൽ അയാളുടെ കയ്യിൽ നിന്ന് 15 വർഷത്തേക്ക് ഉള്ള ടാക്സ് മുൻകൂർ വാങ്ങി ഖജനാവിലിടുകയാണ്. ദേശീയപാത അതോറിറ്റി ഉപരിതല ഗതാഗതത്തിന്റെ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇപ്പോഴുള്ളത്. നിതിൻ ഗഡ്കരി റോഡ് സേഫ്റ്റി വാരം എന്ന് പറയുന്ന ഒരു വാരം ആഘോഷിക്കാറുണ്ടോ? ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കൊടുക്കുവാന് ആർക്കും സാധ്യമല്ല. പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ അത് ചെയ്തു വയ്ക്കുന്നത് കൊണ്ടാണ് ഈ സംരക്ഷണ ഭിത്തികൾ തകർന്നു വീഴുന്നത്. ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മന്ത്രിയിൽ നിന്നും നമ്മൾ മുദ്രപത്രത്തിൽ എഴുതി വാങ്ങേണ്ടതുണ്ട്. ഫോട്ടോ മീഡിയ പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് അടിയന്തരമായ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജീവൻ ഒരു അമൂല്യ വസ്തുവാണ്. നമ്മുടെ ശരീരം പ്രപഞ്ച സമാനമായ സംവിധാനമുള്ള ഒന്നാണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും പ്രഥമ കർമ്മമാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഈ അടുത്ത ദിവസം, അതായത് ഈ കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഓരം അശാസ്ത്രീയമായ മണ്ണെടുപ്പിന്റെ ഫലമായി ഇടിഞ്ഞു വീണു. ഒരു കോളനി ഏതാനും വീടുകൾ പകർന്നു. ആ കോളനിയിലുള്ള 2 പേര് മരണമടഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ട് ഞാൻ ആകാശവാണിയിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും കേട്ടപ്പോഴുണ്ടായ ഒരു വൈകാരികമായ വിഷമം ആണ് എന്നെ ഇതുകൊണ്ട് പറയിപ്പിക്കുന്നത്. പക്ഷെ ആരും എടുത്ത് ചർച്ച ചെയ്യാൻ സാധ്യമല്ലാത്ത, അതിന് താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത്. നമ്മുടെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം പ്രധാനമായിട്ടും ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അവരാണ് ഇന്ത്യയിലെ റോഡുകളെല്ലാം ഡിസൈൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു മന്ത്രിയും അതിന് സംവിധാനങ്ങളും ദേശീയ തലത്തിലുണ്ട്. അതിന്റെ പേരാണ് ദേശീയപാത അതോറിറ്റി ഉപരിതല ഗതാഗതത്തിന്റെ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇപ്പോഴുള്ളത്. നിതിൻ ഗഡ്കരി. ഈ നിതിൻ ഗഡ്കരിയുടെ കീഴില് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഓരോ സംസ്ഥാനത്തും അതിൻ്റെതായ ബ്രാഞ്ചുകളുണ്ട്. അവരാണ് ഈ പറയുന്ന റോഡ് എങ്ങനെ നിർമ്മിക്കണം എന്ന് തീരുമാനിക്കുന്നത്. പല പരിശോധന നടത്തി ഗതാഗതത്തിന് യോഗ്യമായ സ്ഥലങ്ങളാണ് എന്ന് കണ്ടാൽ അവിടെ റോഡ് പണിയാം. അതിനുള്ള മാനദണ്ഡങ്ങൾ ഈ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് രൂപപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിൽ ഇപ്പൊ ദേശീയപാത 66ന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരി മുതൽ അങ്ങ് വടക്ക് ബോംബെ താനെ വരെയുള്ള ഒരു ദേശീയ പാതയാണ് നിർമ്മാണത്തിലിരിക്കുന്നത്. കുറെ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്തത് മുഴുവനും അശാസ്ത്രീയമായിട്ടാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കോടിക്കണക്കിന് രൂപയുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി. ഓരോ കളക്ടർമാരുടെയും കീഴിൽ അവർ ചെയർമാൻമാരായിട്ടുള്ള ഒരു റോഡ് സേഫ്റ്റി കൗൺസിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതാത് പരിധിയിൽ വരുന്ന കളക്ടർമാരുടെ പരിധിയിൽ വരുന്ന റോഡുകളുടെ സുഗമമായ നിർമ്മാണവും ആളുകൾക്ക് ദ്രോഹം ഇല്ലാത്ത വിധത്തിൽ ഗതാഗതത്തിന് യോഗ്യമായ മട്ടിൽ റോഡ് ഡിസൈൻ ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. നമ്മളെ ഈ സർക്കാരുകളും ഈ കളക്ടർമാരും ഇപ്പൊ ചെയ്തു വരുന്ന ഒരു കാര്യം, റോഡ് സേഫ്റ്റി വാരം എന്ന് പറയുന്ന ഒരു വാരം ആഘോഷിക്കാറുണ്ടോ? അതിന് മുമ്പായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു വാഹനം ഒരാൾ വാങ്ങിക്കുന്നു എന്ന് വച്ചാൽ അയാളുടെ കയ്യിൽ നിന്ന് 15 വർഷത്തേക്ക് ഉള്ള ടാക്സ് മുൻകൂർ വാങ്ങി ഖജനാവിലിടുകയാണ്. ഈ പണം റോഡ് നിർമ്മാണത്തിനും ഗതാഗതത്തിനും ഉപയോഗിക്കേണ്ടതാണ്. ജനങ്ങൾക്ക് നിർഭയം റോഡുകളിലൂടെ കടന്നു പോകത്തക്ക വിധത്തിൽ ശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മാണം നടത്തേണ്ടത്. ദേശീയപാത
അതിൽ യാതൊരു ശ്രദ്ധയും കാണിക്കാത്തതുകൊണ്ടാണ് നിരന്തരം ഈ ദേശീയപാത ഇപ്പൊ തകർന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പൊ റോഡ് നിർമ്മാണത്തിന് ആദ്യമായിട്ട് സ്ഥലപരിശോധനയാണ് നടക്കുന്നത്. ഈ സ്ഥലപരിശോധന നടത്തുമ്പോൾ ലൂസായിട്ട് കിടക്കുന്ന നെൽപ്പാടങ്ങളിലെ ഈ മണ്ണൊക്കെ ലൂസാണ്, അടിയിലോട്ടൊക്കെ വളരെ ലൂസായി കിടക്കുകയാണ്. അപ്പോൾ അത്തരം പ്രദേശങ്ങൾ പ്രത്യേകം പരിശോധിക്കുകയും പഠിക്കുകയും അതിന്റെ ആവശ്യമായിട്ടുള്ള ആ മണ്ണ് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വേണം ആദ്യത്തെ നടപടി നടത്തേണ്ടത് മണ്ണ് പരിശോധന. കുന്നുകളുടെ ഇടയിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ കുന്നുകൾക്ക് മഴയോ മറ്റോ വരുമ്പോൾ ഇടിഞ്ഞു വീഴാൻ പാടില്ലാത്ത വിധത്തിൽ മുകൾ ഭാഗം മുതൽ സ്ലോപ്പായിട്ടാണ് മണ്ണെടുക്കേണ്ടത്. ഇത്ര ശതമാനം ചരിവിൽ വേണം മണ്ണെടുക്കേണ്ടത്. ഇത് കുട്ടനെ എളുപ്പത്തിന് വേണ്ടി വന്ന് മണ്ണെടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് മഴക്കാലമാകുമ്പോൾ ഇത് ജലസംഭരണി കൂടിയാണല്ലോ ഈ കുന്നുകൾ. വെള്ളം പിടിച്ച് താങ്ങി നിർത്താനാകാതെ വരുമ്പോൾ അത് കുട്ടനെ വീടുകളുടെയും റോഡുകളുടെയും വാഹനങ്ങളുടെയും പുറത്തേക്ക് മറിയുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങേയറ്റത്തെ ഗുരുതരമായ വീഴ്ചയാണ്. കാര്യനിർവഹണത്തിൽ അങ്ങേയറ്റത്തെ ഗുരുതരമായ വീഴ്ചയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നത്. അതിന്റെ ഫലമായി അമൂല്യമായ ജീവൻ, മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാനാവില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കൊടുക്കുവാന് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവന് മൂല്യം കൽപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് നമുക്ക് വേണ്ടത്. നിയമങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമായില്ല, അത് ശുഷ്കാന്തിയോടുകൂടി താല്പര്യത്തോടുകൂടി നടത്താനുള്ള ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, മന്ത്രിമാരാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഈ വടക്കൻ പ്രദേശങ്ങളില് കോഴിക്കോട് അവിടെ ഇവിടെയൊക്കെയുള്ള പ്രദേശങ്ങളിലെ ഈ മണ്ണിടിഞ്ഞു വീഴുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉദ്യോഗസ്ഥന്മാരുടെയും അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയുടെയും ജില്ലാ കളക്ടർമാരുടെയും നിസ്സംഗതയാണെന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. നിസ്സംഗത. ഈ റോഡ് മണ്ണ് പരിശോധന നടത്തിയതിനു ശേഷം സൈഡ് വാളുകൾ കൃത്യമായി ഡ്യൂറബിലിറ്റി വളരെ കാലം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ശക്തമായ ഈ നിർമ്മാണമാണ് അവിടെ നടത്തേണ്ടത്. ഏരിന് സിമെന്റും മറ്റുമൊക്കെ ചേർത്ത് പാറയടുക്കി പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ അത് ചെയ്തു വയ്ക്കുന്നത് കൊണ്ടാണ് ഈ സംരക്ഷണ ഭിത്തികൾ തകർന്നു വീഴുന്നത്. എനിക്ക് പറയുവാനുള്ളത്, ഈ റോഡ് പണിക്ക് മുമ്പായിട്ട് ഇതിനകത്തെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മന്ത്രിയിൽ നിന്നും നമ്മൾ മുദ്രപത്രത്തിൽ എഴുതി വാങ്ങേണ്ടതുണ്ട്. ഈ നികുതി പണം ജനങ്ങളുടേതാണോ? ഈ നികുതി പണം സ്വന്തമായി ആഹരിക്കുന്ന ഒരുവൻ ഈ നികുതിദായകരോട് 100% കൂറ് പുലർത്തേണ്ടതാണോ? ജനങ്ങളുടെ ആജ്ഞാനുസരണം പ്രവർത്തിക്കേണ്ട ഈ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ജനങ്ങളുടെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാതാണ് ഖജനാവിലെ പണം ദുരുപയോഗപ്പെടുത്തുന്നത്. ഇതിന്റെ പിന്നിൽ നടക്കുന്ന മറ്റൊരു കൊള്ള പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതൊരു കോൺട്രാക്ട് ഇത്ര കിലോമീറ്റർ എടുത്തതിന് ശേഷം അയാൾ ഇത് മറിച്ച് സബ് കോൺട്രാക്ടറിന് കൊടുക്കുകയാണ്. റോഡ് നിർമ്മാണവുമായി മുൻ പരിചയങ്ങളൊന്നുമില്ലാത്ത, അതിലെ സാങ്കേതിക വിദ്യകളെ കുറിച്ച് അശേഷം ബോധമില്ലാത്ത ആളുകൾക്ക് അഥവാ കോൺട്രാക്ടർമാർക്ക് അവർക്ക് പൈസ മാത്രം മതി. ഇവിടുത്തെ ജനങ്ങളോട് അവർക്ക് എന്താണ് കൂറ്? തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്കല്ലാതെ കോൺട്രാക്ടർമാർക്ക് എന്താണ് ഇവിടുത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വം? ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ജനങ്ങളുടെ ആജ്ഞാനുവർത്തികളായതുകൊണ്ട് ഈ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ അതിന് ഇത്ര വർഷം ഡ്യൂറബിലിറ്റി ഉണ്ടെങ്കിൽ അതിനിടയിൽ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ, തകർച്ച സംഭവിച്ചാൽ അവരിൽ നിന്നും അവരുടെ സ്വത്തുക്കളിൽ നിന്നും ആ പണം തിരിച്ചു പിടിക്കുവാനുള്ള സംവിധാനം നിയമം മൂലം പാർലമെന്റ് പാസാക്കി വയ്ക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. റോഡ് സേഫ്റ്റി വാരം ആഘോഷിക്കുമ്പോൾ ഈ 15 വർഷത്തെ ടാക്സ് മുൻകൂർ വാങ്ങിച്ചിട്ട് അവിടെ വന്നിരുന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഈ യോഗം കൂടിക്കൊണ്ട് ഒരു പണിയും അവർക്ക് ചെയ്യേണ്ട താല്പര്യവുമില്ല. ജില്ലയുടെ പല ഭാഗങ്ങളിലും ദേശീയപാതയുടെ ഓരങ്ങളിൽ കാൽ വാ തുറന്നു കിടക്കുകയാണ്. മരണം ശരി
പടിയായിട്ട് വായും തുറന്നു കിടക്കുകയാണ്. അതിന് മൂടി ഇട്ട് സംരക്ഷിക്കുന്ന ഒരു പരിപാടിയും ഒരു ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ഈ റോഡ് നിർമ്മിക്കുന്നതിന്റെ ആദ്യപടിയായി ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം. അതിനു വേണ്ടി റോഡിന്റെ ഇരുവശങ്ങളിലും നടപ്പാതകള് ഉറപ്പുവരുത്തണം. ശരാശരി 5 മീറ്റർ മുതൽ താഴോട്ട് 2.5 മീറ്റർ വരെയെങ്കിലും വീതി ഉള്ള നടപ്പാത യോഗ്യമാക്കി കൊടുത്തിട്ട് വേണം ബാക്കി പണിയിലേക്ക് പോകുന്നത്. നിങ്ങൾ കേരളത്തിലെ റോഡുകൾ നോക്കൂ. എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള റോഡ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിന് പോകുമ്പോൾ പഞ്ചായത്ത് തലത്തിലായാലും ബ്ലോക്ക് തലത്തിലായാലും ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും PWD ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും അടക്കം ഇത്തരം ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. പരാതി കൊടുത്താൽ പോലും അത് പരിഗണിക്കുക പോലും ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരാണ്, കളക്ടർമാരാണ്